ആറുമുഖം എന്നാ തലവരെ അടുത്തതാര വീഡിയോസിന്റെ കോമന്റ് സെക്ഷനിൽ പല ആളുകളും പല ആവർത്തി പറയുന്നതാണ് പ്രശസ്ത പ്രവാചകനായ ബിനു വാഴമുട്ടത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ ആളിയൻ പറഞ്ഞ ആ കൂറ ഞാനാണ്. ഇപ്പം എന്റെ കയ്യിൽ ഒരു കേസുണ്ട്. ഒരു ബ്രാഹ്മണ കുട്ടിയാണ്, 21 വയസ്സ്. എല്ലാ ലഹരി ഉപയോഗിക്കും, ലഹരി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ആ മനുഷ്യൻ. അവർ ചെയ്യുന്നത് കൊണ്ട് എന്റെ കാലെ വീണിട്ട് എന്നോട് പറഞ്ഞു, എനിക്കുള്ള സ്വത്ത് ഞാൻ എഴുതി തരാം, എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അറിയപ്പെടുന്ന എല്ലാ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയതാണ്. അവരുടെ ഒരു സൈക്കോളജിസ്റ്റ് പാസ്റ്റർ പേര് എന്നോട് പറഞ്ഞ പാസ്റ്റർ നടത്തി എന്നാൽ എന്റെ കൊച്ചു രക്ഷപ്പെടും എന്ന് പറഞ്ഞു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലൊരു പോക്കേ. നിങ്ങൾക്ക് കേൾക്കണ്ടേ സംഭവിച്ചെന്നാ? വേണ്ട. ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾ അടിച്ചുകൂട്ടി താഴെ വീണു. ഞാൻ ഞെട്ടി. ശരീരത്തിന് ഒരു ദുർബല ശക്തി വെളിപ്പെട്ടു വന്നു. എന്നോട് പിശാച് പറഞ്ഞു, ഞാൻ ഇവളിലൂടെ ഇവിടെ കുടുംബത്തെ ഒന്നായി തകർക്കും, ഇവിടെ വീട് ഞാൻ നശിപ്പിച്ചു കളയും. ഞാൻ പിശാചിനോട് പറഞ്ഞു, നീ വന്ന സ്ഥലം നിനക്ക് തെറ്റിപ്പോയി. നീ മാസം എന്ന് പറഞ്ഞാൽ പോരാ, മരണമാസം എന്ന് പറയണം. പ്രത്യേകിച്ച് അവസാനത്തെ ആ ഡയലോഗ്, പിശാചിന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് വന്ന സ്ഥലം തെറ്റിപ്പോയി. ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളി പറയുന്ന ഡയലോഗാണ്. പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം. അപ്പൊ അതാണ് നമ്മുടെ പ്രവാചകൻ പിശാചിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രത്യേകത ഏത് ലൈൻ ഉണ്ടെങ്കിലും ഞാൻ പീസ് വരും. അത് ഉറപ്പായിട്ടും പീസ് വരും. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വരുന്നു പുതിയ കഥ. ഇയാൾക്ക് വല്ല തിരക്കഥ വല്ല എഴുതാൻ പോക്കൂടെ? ഇന്നത്തെ യോഗത്തിന്റെ പൊട്ടിട്ട പെണ്ണ അവിടെ യോഗത്തിന് വെച്ച് ഞാൻ ദൂത് പറയാൻ തുടങ്ങിയപ്പോഴേ അവിടെ പറഞ്ഞു, എനിക്ക് ഭർത്താവിനെ വേണ്ട, എനിക്ക് വേറെ കാമുകൻ. അവൻ ഇടുക്കിയിലാണ്, എനിക്ക് കാമുകനുണ്ട്. ഇന്നലെ സംബന്ധിച്ചെന്നറിയാം, കാമുകന്റെ പീസ് കൂടിയാണ് ഞാൻ അവിടെ വിട്ടത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല, അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അതിന് രാത്രി ഒരു 11 മണിയായപ്പോ കാമുകൻ എന്നെ വിളിച്ചു. വളയം കൊണ്ട് പല സ്ഥലത്തും പോയതാ. എത്രടത്ത് ഹോം ക്രീം, ഐസ്ക്രീം, ഫേസ് ക്രീം എന്നൊക്കെ പറഞ്ഞ പിന്നെ താഴെ വീണിട്ടുണ്ട്. പക്ഷെ എഴുന്നേറ്റ് വന്നപ്പോഴൊക്കെ കാമുകനെ വേണം. നിങ്ങളുടെ അടുത്ത് വന്ന് മാത്രം പ്രാർത്ഥിച്ച് താഴെ വീണു, അവിടെ കാമുകനും പൊട്ടി. അവിടെ വീണപ്പോ കാമുകനും പോയി. ഒരു സ്വത്രം എന്ത് പറഞ്ഞില്ല, ഹല്ലേലൂയ പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. ഇവന്മാർക്ക് ഇതെല്ലാം അവിടെ കിട്ടിയിട്ട് എന്തെടുക്കാറാണെന്നാണ് എനിക്ക് അറിയാത്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നുണ്ട്, അതിൽ വേണ്ട തെണ്ടി. സുന്ദരലാലേ, നീ ഇവിടെ എഴുന്നേറ്റ് പോയപ്പോ ഞാനൊരു വെളിപ്പാട് കണ്ടു. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. എന്നോട് തമ്പുരാൻ പറഞ്ഞു, ഇന്ന് രാവിലെ നീ ആള് മാറുന്നു. ഇന്ന് രാവിലെ നീ ആള് മാറുന്നു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കണാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതിനുള്ള തുടക്കം ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. രാജുവേട്ടൻ, ഞാൻ ഡെയിലി 4 ലിറ്റർ കരിങ്ങാലി വെള്ളം കുടിക്കണേ, അല്ലാണ്ട് ഗോമൂത്രമല്ല. കുറച്ച് സാമാന്യ ബുദ്ധിക്ക് നിരക്കണ അടുത്തൊരു കാര്യം പറയും. ഇവിടെ നമ്മുടെ ബിനുവായിട്ടായി ഒരു വെളിപ്പാടും കണ്ടിട്ടുണ്ട്, തമ്പുരാൻ നേരിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇങ്ങനെ നുണവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. എത്ര നാളായി ഡോക്ടറെ കാണാൻ തുടങ്ങിയിട്ട്? 2 വർഷം. ഗുളിക കഴിക്കാൻ ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന് രാവിലെ തൂത് പറയാ, ഒരു ഗുളികയില്ലാതെ നീ ഉറങ്ങാൻ പോവാ. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ഈ ഒരു പെന്തക്കോസ്ത് ഗ്രൂപ്പിന്റെ പ്രവാചകന്മാരും രോഗശാന്തി ശുശ്രൂഷക്കാരും നമ്മുടെ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഇവിടുത്തെ കാര്യം. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. എത്രാമത്തെ വയസ്സിലായി ഡിപ്രഷൻ വന്നേ? 15-ാമത്തെ വയസ്സ്. പ്രാർത്ഥന നിന്റെ കൂടെ നിന്ന് മാറും. എന്നോട് ദൈവം ഇന്ന് രാവിലെ പറയുക, ഈ ഒരു പ്രതിസന്ധിക്ക് കർത്താവ് ഇന്ന് രാവിലെ എനിക്ക് എന്റെ അമ്മയെ കാണണം. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അമ്മയെ കൊണ്ടുവരണം. അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്?
ഉള്ളിൽ അർത്ഥമുണ്ട്. അമ്മയെ വിളിച്ചോണ്ട് നീ വേണം. എടാ, നിനക്ക് വിടുതലാകുന്നതോട് കൂടെ നിന്റെ കുടുംബത്തിന് മൊത്തം വിടുതലാവും. അതാര് പറഞ്ഞു? സോറി, അത് മാത്രം ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാമം നിങ്ങളെ പെരുക്കില്ല. ഇവരെത്ര പിള്ളേരാ? അവളെ കുറിച്ചൊരു കാര്യമുണ്ട്. എന്നാ അവളെ കുറിച്ചൊരു കാര്യം എന്റെ കൺമുമ്പിൽ കാണുക. ഭയങ്കരം തന്നെ. ഇത്രയും കില്ലാടി പ്രവാചകനാണ് നമ്മുടെ വാഴമുട്ടം. വാഴമുട്ടത്തിന് കൺമുന്നിൽ നിൽക്കുന്ന നമ്മുടെ പയ്യന് സഹോദരനോ സഹോദരിയോ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്താ ഉറക്കം വരുന്നു. പക്ഷെ സഹോദരി ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം തന്നെ, ആ മൈക്രോ സെക്കൻഡിൽ തന്നെ അടുത്ത ഡയലോഗ് വന്നു കഴിഞ്ഞു. അവളെ കുറിച്ചൊരു പ്രവചനം ഞാൻ കാണുന്നു. എനിക്ക് അവരെ കാണും, അമ്മയും കാണണം, പെങ്ങളെയും കാണണം. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. നിങ്ങളെ കുറിച്ചൊരു പ്രവചനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ കണ്ണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, സിനിമ പോലെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? ഈ ഒരു വീഡിയോ കണ്ട സാമാന്യ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഇവരുടെ പ്രവചന തട്ടിപ്പ് എന്നുള്ളത്. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഇവരെ പോലെയുള്ള പ്രവാചകന്മാര് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ദോഷകരമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? എനിക്ക് പറയാനുള്ളത് വളരെ നേരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. കേരളം ഒരു ഭ്രാന്താലയമാണ്.